കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴി മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞ് പുലർച്ചെ മുതൽ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. രാജ്കുമാർ, ഈ ഒരു പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. ആർഡിഒയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ മറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നിലവില് ഈ വാഹനം 2 മാലിന്യവാസികളാണ് അവിടെ വന്നിട്ടുള്ളത്. ഈ 2 വാഹനങ്ങളും അവിടുന്ന് നീക്കം ചെയ്യണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ 1 ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്ന നാട്ടുകാരും അവരുടെ നിലപാട് വ്യക്തമാക്കി. തുടർന്ന് പൊതുപ്രവർത്തകരും ആർഡിഒ ഉൾപ്പെടെയുള്ളവരുടെ പോലീസിന്റെ സാന്നിധ്യം നടത്തിയ ചർച്ചയിൽ വണ്ടി അവിടുന്ന് മാറ്റാൻ കമ്പനി അധികൃതർ എന്തായാലും തയ്യാറായിട്ടുണ്ട്. വണ്ടി മാറ്റിക്കഴിഞ്ഞാൽ തുടർ ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യ വണ്ടി അവിടെ എത്തിയത്. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഹൈക്കോടതി നിന്നുള്ള ഉത്തരവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും കളക്ടർ കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച നടത്തിയെങ്കിലും അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കാരണവശാലും തങ്ങളുടെ വായുവും ജലവും ജീവജലവും മലിനമാക്കുന്ന ഒരു പ്ലാന്റ് തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലാണ് നാട്ടുകാർ. രാജ്കുമാർ, ഈ ഒരു പ്രശ്നത്തിൽ അറിയുവാൻ സാധിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ പെർമിറ്റ് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു മാലിന്യ പ്ലാന്റിന് പഞ്ചായത്ത് പെർമിറ്റ് അനുവദിച്ചത് റദ്ദാക്കിയിരുന്നു. അപ്പം ആ ഒരു പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാതാണോ ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ തുടർന്നാണോ ഇവർ കോടതിയെ സമീപിച്ചത്? ആദ്യഘട്ടത്തിൽ പെർമിറ്റ് ആദ്യം കൊടുത്തു. പ്രതിഷേധവും മറ്റും ഉയർന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പഞ്ചായത്ത് തന്നെ ആ പെർമിറ്റ് റദ്ദാക്കി. വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള പെർമിറ്റ് അനുവദിച്ചിട്ടില്ല. അത് റദ്ദാക്കിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ റദ്ദാക്കിയാണ്. 2 കൊല്ലം മുമ്പേ റദ്ദാക്കിയതാണ്. പക്ഷേ അവർ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായ നില ഉത്തരവുകൾ വാങ്ങുകയായിരുന്നു. കേരള ശുചിത്വ മിഷന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ പോയി അത് വിസിറ്റ് ചെയ്തു. പക്ഷേ അവർ പറയുന്ന മാനദണ്ഡം അനുസരിച്ചല്ല പ്ലാന്റ് ഇത് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യം ഗവൺമെന്റ് അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനം. വ്യക്തമാണ് രാജ്കുമാർ. മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം നിലവിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴി മാലിന്യവുമായി എത്തിയ വാഹനമാണ് തടഞ്ഞ് പുലർച്ചെ മുതൽ പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ നിലവിൽ മാലിന്യം ഉള്ള വാഹനം അവിടുന്ന് മാറ്റുവാൻ പ്രതിഷേധത്തെ തുടർന്ന് പ്ലാന്റിന്റെ അധികൃതർ തയ്യാറായിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കൊല്ലത്തു നിന്നും രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.